ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിചാരിച്ച അച്ഛച്ച വാത്സല്യമുള്ള മറ്റച്ഛന്മാരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, ഏറ്റവും പ്രിയ കുഞ്ഞുമക്കളെ, നമ്മളിന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ സെൻറ്റ് ജോസഫ്സ് ദേവാലയത്തിൽ ഒരു ശിമാശനെ തിരുപ്പട്ടം നൽകി പലാരൂപതയിലെ വൈദിക കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുന്ന ദിവസമാണല്ലോ. സെബാസ്റ്റ്യൻ പ്ലാത്തോട്ടത്തിൽ ശിമാശൻ ദീർഘകാലത്തെ പഠനവും പ്രാർത്ഥനയും പരിചിന്തനവും എല്ലാം വഴിയാണ് ഇന്ന് ഇവിടെ ഈ ദേവാലയത്തിൽ നമ്മളുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ ആയിരിക്കുന്നത്. അവരുടെ മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. സെബാസ്റ്റ്യനും മിനിയും, സഹോദരങ്ങൾ എബിനും നിതിനും, അവരുടെ വലിയ പ്രാർത്ഥനയും കാഴ്ചപ്പാടുകളും കാത്തിരിപ്പും എല്ലാം ഇതിൻ്റെ പിന്നിൽ സമൃദ്ധമായിട്ട് ഉണ്ടായിരുന്നു. ശിമാശൻ വടവാതൂർ സെമിനാരിയിലാണ് വൈദിക പരിശീലനം നേടിയത്. സെമിനാരിയിലെ 2 അധ്യാപകരാണ് നമ്മുടെ രൂപതക്കാർ ആർച്ചുഡീക്കന്മാരായിട്ട് ശുശ്രൂഷയിലുള്ളത്. ബഹുമാനപ്പെട്ട കടിപ്പിലച്ചനും ബഹുമാനപ്പെട്ട വടക്കേലച്ചനും. ശിമാശൻ വടവാതൂര് പഠനത്തിനിടയിൽ സെൻറ്റ് തോമസ് കോളേജിൽ BSc ബോട്ടണി പഠിച്ചു. ആ പഠനവും എല്ലാം സ്വന്തമാക്കിക്കൊണ്ടാണ് വടവാതൂര് ദൈവശാസ്ത്ര പഠനത്തിലേക്ക് പ്രവേശിക്കുന്നത്. സമർത്ഥനായ ഒരു കുട്ടിയാണ് സെബാസ്റ്റ്യൻ. നന്നായിട്ട് പഠിക്കും, നല്ല പന്തുകളിക്കാരനാണ്, വോളിബോൾ ക്യാപ്റ്റനാണ്, ആത്മീയ വിചാരമുള്ള ഒരു കുട്ടിയാണ്. സ്പോർട്സ് ആൻഡ് ഗെയിംസ് നല്ല മാസ്റ്ററി നേടിയിട്ടുണ്ട്. ആത്മീയ കാഴ്ചപ്പാടുകൾ സഹപ്രവർത്തകർക്കും കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നല്ല പെരുമാറ്റവും അച്ചടക്കവും ബൗദ്ധിക മികവും എല്ലാം ഈ ദീർഘമായ കാലഘട്ടത്തിനുള്ളിൽ അദ്ദേഹം സ്വന്തമാക്കി. അങ്ങനെ അവരെ വളർത്തിയ സെമിനാരിയെ നമുക്ക് ഓർക്കാം. വടവാതൂര് നമ്മുടെ ഏറ്റവും വലിയൊരു പഠന കേന്ദ്രവും പരിശീലന കേന്ദ്രവും റിസർച്ച് സെൻ്ററുമാണ്. അവിടെ ഉന്നതമായ ശുശ്രൂഷ ചെയ്യുന്ന 2 അച്ഛന്മാരാണ് ഇതിൻ്റെ ആർച്ചുഡീക്കന്മാരായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളത്. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം ശിമാശനെ വൈദികനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ്. മുടി മുറിച്ചുകൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങൾ ഔദ്യോഗികമായിട്ടുള്ളത് ആരംഭിക്കുന്നത്. ഈ ലോകത്തോട് ഒരു പരിധിവരെ യാത്ര പറഞ്ഞ് ലോകത്തെ ഉപേക്ഷിക്കുന്നതിൻ്റെ അടയാളമാണത്. പൗരസ്ത്യ സഭകളിൽ, അന്ത്യോക്യൻ സഭയിൽ, നമ്മുടെ മലങ്കര സഭയിലൊക്കെ ആരാണോ മുടി മുറിക്കുന്നത് അയാൾക്കാണ് ആ വ്യക്തിയുടെ മേലുള്ള ഉത്തരവാദിത്വമെല്ലാം. അതുകൊണ്ടായിരിക്കണം മലങ്കര പൗരസ്ത്യ സഭകളിൽ പൊതുവിൽ വൈദിക പട്ടത്തിന് മുമ്പ് കാർമ്മികൻ മുടി മുറിക്കുന്നത് സൂക്ഷിച്ച് വെച്ച് ആ മെത്രാൻ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ അതെല്ലാം കൂടി ഇടുന്ന ഒരു പതിവുണ്ട്. ഞാൻ മലങ്കര സഭയിലെ പിതാക്കന്മാരുടെ എല്ലാം സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ മെത്രാൻ ആർക്കെല്ലാം പട്ടം കൊടുത്തുവോ അതിൻ്റെ ഒരു അംശം ഒരു വലിയ കവറിലാക്കി ഈ കല്ലറയിൽ നിക്ഷേപിക്കും.
അത് മെത്രാനോടുള്ള അടുപ്പത്തിൻ്റെ ഭാഗമാണ്. ലോകത്തോട് യാത്ര പറഞ്ഞ ആ കാര്യം ഒന്നുകൂടെ അവിടെ അനുസ്മരിക്കുന്നതുമാണ്. അതുപോലെ പട്ടം കൈവെപ്പ് പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് പുത്തനച്ഛനെ ആദ്യമായിട്ട് ഈശോയുടെ നാമത്തിൽ നെറ്റിയിൽ ചുംബിച്ച് ഗ്രീറ്റ് ചെയ്യുന്നതും മെത്രാനാണ്. അത് അദ്ദേഹത്തിൻ്റെ അവകാശത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. വൈദിക കൂട്ടായ്മയിലേക്ക് ആ അച്ഛന് ചുംബനം നൽകി സ്വീകരിക്കുകയാണ്. അത് നിരന്തരമായിട്ട് നിലനിൽക്കേണ്ട സ്നേഹത്തിൻ്റെയും വൈദിക സമൂഹത്തോടുള്ള ആ ഒരു ബന്ധത്തിൻ്റെയും അടയാളമായിട്ടാണ് എക്കാലവും കരുതപ്പെടുന്നത്. തിരുപ്പട്ട ശുശ്രൂഷയുടെ കർമ്മത്തിൽ സത്യത്തിൻ്റെ സാക്ഷികളാകാനും ദൈവത്തിൻ്റെ അജഗണത്തെ പാടവത്തോടെ പഠിപ്പിച്ചുകൊണ്ട് ജീവിത വിശുദ്ധിയുള്ള പുരോഹിതരുടെ ഗണത്തിൽ ഉത്സാഹിയായി എണ്ണപ്പെടുവാനും ഇടയാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചുമതലകളെക്കുറിച്ചും അദ്ദേഹം നിരന്തരം കാത്തുപരിപാലിക്കേണ്ട ഒരു ചൈതന്യത്തെക്കുറിച്ചുമാണത്. പാടവത്തോടെ പഠിപ്പിക്കാൻ എന്നും അറിവ് നേടിക്കൊണ്ടിരിക്കണം. എല്ലാ ദിവസവും തിരുവചനം വായിച്ച് അതിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കണം. പുരോഹിതന് അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം. ജനത്തിന് കൊടുക്കേണ്ട പ്രബോധനം അവഗണിക്കരുത് എന്ന് പ്രവാചകന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ടല്ലോ. 12 വർഷത്തെ പഠനം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. ഇതൊരു ഓൺഗോയിങ് സ്റ്റഡിയാണ്. വായനയും പഠനവും പ്രാർത്ഥനയുമില്ലാത്ത ഒരച്ഛന് ഇന്നത്തെ സമൂഹത്തിൽ ആത്മീയ നേതൃത്വം കൊടുക്കാൻ സാധ്യമല്ല. ഒരിക്കലും അവസാനിക്കാത്ത ഒരു കാര്യമാണ്. അനുദിന വചന പഠനവും വിശ്വാസ സത്യങ്ങളിലുള്ള ആഴപ്പെടലുമാണ് പുരോഹിതനെ പാടവത്തോടെ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നത്. ഉത്സാഹിയായി എണ്ണപ്പെടേണ്ട പുരോഹിതൻ ഉറച്ച വിശ്വാസം ഉള്ളിൽ കൊണ്ടു നടന്നാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. പലപ്പോഴും തിരക്കുകൾ കാരണം പ്രാർത്ഥനയും പഠനവുമൊക്കെ മാറ്റിവെക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതെല്ലാം വഴിതെറ്റിയ തിരക്കുകളാണെന്ന് ഈ തിരുപ്പട്ട ശുശ്രൂഷ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സെന്റ് അഗസ്റ്റിൻ പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാണ്. അജപാലന മേഖലയിൽ ഇത്രയും മതി എന്ന് പറഞ്ഞ് മടുത്താൽ അപകടകരമാണ്. നിരന്തരം മുന്നേറണം, എപ്പോഴും പുരോഗമിക്കണം. ഒരു സ്ഥലത്തു തന്നെ സ്ഥിരമായി നിൽക്കരുത്, പിന്നോട്ട് പോകരുത്, വഴി മാറി നടക്കരുത്. പ്രസിദ്ധനായ അഗസ്തീനോസിൻ്റെ വാക്കുകളാണ്. അതെല്ലാം ഈ തിരുപ്പട്ട പ്രാർത്ഥനകളുടെ വ്യാഖ്യാനം പോലെ നിൽക്കുന്ന വലിയ ടെസ്റ്റുകളാണെന്ന് നമുക്കറിയാമല്ലോ. പൗലോസ് തിമോത്തിക്കെഴുതിയ ലേഖനത്തിൽ 1 തിമോത്തി 6-ാം അധ്യായം, നീ ദൈവമനുഷ്യനായിരിക്കണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കണം. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യണം. ഇതിലേക്കാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രമാണങ്ങളെല്ലാം നീ അന്യൂനമായി കാത്ത്
സൂക്ഷിക്കണം. അല്ലയോ തിമോഥെയോസേ, നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളവ നീ കാത്ത് സൂക്ഷിക്കണം. വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. തമ്പുരാൻ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള പല മൂല്യങ്ങളും പല കാര്യങ്ങളും പല അവസരങ്ങളിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഭരമേൽപ്പിച്ച കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കണം. വിശുദ്ധമായ പാരമ്പര്യങ്ങൾ, ആരാധനാക്രമങ്ങൾ, ശ്ലൈഹിക പാരമ്പര്യങ്ങൾ, ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം കാത്ത് സൂക്ഷിച്ച് വളർത്തി ദൈവജനത്തിന് കൈമാറ്റം ചെയ്യാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് ഒരു പുരോഹിതന് നൽകുന്നത് എന്ന് ഈ സമൂഹവും തിരിച്ചറിയണം. വളരെ പ്രഗത്ഭരായ നിരവധി അച്ഛന്മാരെ നൽകിയ ഒരു വലിയ ഇടവകയാണ് കൂടല്ലൂർ. എക്കാലവും സമർത്ഥരായ അച്ഛന്മാർ ഈ ഇടവകയിൽ നിന്ന് ഉണ്ടായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ചും 1-2 നിമിഷങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ശിമോന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഉണ്ണീശോയും കൊണ്ട് മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ നീതിമാനും ഭക്തനും പരിശുദ്ധ റൂഹായാൽ നിറഞ്ഞവനുമായ ശിമോൻ, കൂട്ടത്തിൽ അന്നായും അവിടെ ഉണ്ടായിരുന്നു. ഭക്തനായ മനുഷ്യനായിരുന്നു. ഈശോയെ സ്വീകരിക്കാൻ അവിടെ 1ാം ഗ്രേഡിൽപ്പെട്ട യഹൂദ വൈദികരോ പ്രമാണികളോ ഒന്നുമില്ലായിരുന്നു. പാവപ്പെട്ട 2 മനുഷ്യർ മാത്രമാണ് ആ പള്ളിയിൽ ഉണ്ടായിരുന്നത്, ശിമോനും അന്നായും. മാതാപിതാക്കൾക്കത് വിസ്മയം തോന്നിക്കാണുകയില്ല. അവരും വളരെ സാധാരണ ജീവിത ക്രമത്തിൽ പെട്ടവരാണ്. അങ്ങനെ വിസ്മയമൊന്നും തോന്നാത്ത വിധത്തിൽ അവർ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ശിമോൻ ഈ കുഞ്ഞിനെ കയ്യിലെടുത്ത് വളരെ ശക്തമായ ഭാഷയിൽ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വലിയ കടുപ്പത്തിലായിരുന്നു. വാക്കിൻ്റെ ഉള്ളടക്കവും കടുപ്പത്തിൽ തന്നെയായിരുന്നു. അത് പറഞ്ഞിട്ട് ശിമോൻ വിടവാങ്ങാൻ ആഗ്രഹിക്കുകയാണ്. നുങ്ക് ദിമിത്തിസ് എന്ന കീർത്തനത്തിൻ്റെ അർത്ഥവും അതാണ്. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ, ഈ ശിശു ഒരു സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ ആയിരിക്കും. അവർ പേടിച്ചു പോയി കാണും. കൊച്ചിനെ പള്ളി ചെല്ലുമ്പോൾ വിചാരിച്ചൻ ഇത് കൂട്ട് വർത്തമാനം പറഞ്ഞാൽ എന്ത് ചെയ്യും? അവർ ഉള്ളിൽ വിഷമം തോന്നി അവിടെ നിന്നു. സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ തർക്കത്തിൻ്റെ അടയാളമാണ്. ഒരുപാട് പേര് ഈ തർക്കത്തിൽപ്പെട്ട് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമുള്ള നിലപാടുകളെടുക്കും. അത് ഈശോയുടെ ഭാവി എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിചാരം അവർക്ക് കൊടുക്കുകയായിരുന്നു. ഹി ഈസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബിക്കം ദ കോർണർ സ്റ്റോൺ ദാറ്റ് സപ്പോർട്ട്സ് എ ബിൽഡിംഗ്. ഒരു കെട്ടിടത്തിൻ്റെ അടിസ്ഥാന ശിലയായിട്ട്, കൂട്ടക്കല്ലായിട്ട്, കോർണർ സ്റ്റോൺ ആയിട്ട് വരാനുള്ള സാധ്യത എല്ലാമുണ്ട്. But he can also be a stumbling block. തട്ടി വീഴ്ത്തുന്ന കല്ലുമാകാം. ആര് ആ കല്ലിൽ തട്ടി വീഴ്ത്തപ്പെടുന്നുവോ അവൻ പൊടിയായിട്ട് തീരും. വളരെ കടുപ്പമുള്ള വിശദീകരണവുമാണ് ശിമോൻ നൽകിയത്. സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ, സെമൈയോൺ ആൻറ്റി ലെഗോമെനോൺ, അതാണ് സൈൻ ഓഫ് കോൺട്രഡിക്ഷൻ. വൈരുദ്ധ്യമെന്ന് നമുക്ക് തോന്നും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ
അദ്ദേഹം ഉദ്ദേശിച്ച അർത്ഥം നിരന്തരമായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. ഇത് പറഞ്ഞിട്ട് മറിയത്തിൻ്റെ നേരെയും ശിമോൻ തിരിഞ്ഞു. അമ്മയും വിട്ടില്ല. നിന്റെ ഉള്ളിലൂടെ ഒരു വാള് കടക്കും. അതുകൂടെ കേട്ടപ്പോൾ അമ്മയ്ക്ക് തൃപ്തിയായി. കയ്യിലിരിക്കുന്ന കുഞ്ഞ് വൈരുദ്ധ്യത്തിൻ്റെ, തർക്കത്തിൻ്റെ അടയാളമാകുമെന്നും നിന്റെ ഉള്ളിൽ വാള് കടക്കും എന്നും ശിമോൻ പറഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞു. നുങ്ക് ദിമിത്തിസ്, അതാണ് എന്നെ വിട്ടയച്ചാലും. ഞാനിത് പറയാൻ വേണ്ടിയാണ് ഈ വാർദ്ധക്യം വരെ ഇവിടെ ഇരുന്നത്. ഇനി എന്നെ സമാധാനത്തിൽ വിട്ടയക്കണം, നിങ്ങൾ പോയിക്കൊള്ളുക. പിന്നീട് സംഭവിച്ച കാര്യങ്ങളെല്ലാമാണല്ലോ ഗോസ്പൽ എന്ന് നമ്മൾ പവിത്രമായിട്ട് സൂക്ഷിക്കുന്ന സുവിശേഷങ്ങളുടെയും പൗലോസ്ലീഹായുടെ പ്രബോധനങ്ങളുടെയും എല്ലാം കണ്ടന്റ്. ഈശോ കോർണർ സ്റ്റോണാണ്. ഒരിടവകയിൽ ഒരു വൈദികനും അങ്ങനെ തന്നെയാണ്. ആ കോർണർ സ്റ്റോണിലാണ് ആ ഇടവക ഓരോ ദിവസവും പുനർനിർമ്മിക്കപ്പെടേണ്ടതും സൃഷ്ടിക്കപ്പെടേണ്ടതും. വേദനകൾ ഒരുപാടുണ്ടാകാം. അതൊന്നും ഈ ശുശ്രൂഷ ഏറ്റെടുത്തതിന് ശേഷം അതിൽ നിന്ന് പിന്മാറാനുള്ള നിലപാടുകൾ ആകരുത്. അമ്മയ്ക്ക് കിട്ടിയ വാളുകൾ, ശിമോന്റെ പ്രവചനം, ഈജിപ്തിലേക്കുള്ള പലായനം, ദേവാലയത്തിൽ വെച്ച് ഉണ്ണി നഷ്ടപ്പെടുമ്പോഴുള്ള വേദന, കുരിശിൻ്റെ വഴികൾ, കുരിശുമരണം, ഈശോയുടെ ഖബറടക്കം, ബെറിയലുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങൾ, ഭൂമി കുലുങ്ങുന്നത്, സൂര്യൻ മറയുന്നത് എല്ലാം അമ്മയുടെ വാളുകളായിരുന്നു. ഹൃദയത്തെ മുറിപ്പെടുത്തി. എങ്കിലും അമ്മ അതൊന്നും വിട്ട് ഓടിപ്പോവുകയോ വാവിട്ട് കരയുകയോ ഒന്നും ചെയ്തില്ല. അമ്മയൊരിക്കലും അമിതമായിട്ട് ഇമോഷണലായിട്ട് കരയുന്നതോ സങ്കടപ്പെടുന്നതോ നമ്മൾ കാണുന്നില്ല. അമ്മയാണ് സ്വർഗത്തിലേക്കുള്ള ഗോവണിപ്പടി. സ്വർഗം താഴേക്കിറങ്ങി വന്നത് അമ്മയിലൂടെയാണ്. നമ്മൾ മുകളിലേക്ക് കയറുന്നതും അമ്മയിലൂടെയാണ്. അമ്മയാണ് ലാഡർ, അമ്മയാണ് പാലം, അമ്മയാണ് കഴുത്ത്. ഇതെല്ലാം പ്രധാനപ്പെട്ട രണ്ട് ബന്ധങ്ങളുടെ ബന്ധിപ്പിക്കുന്ന അടയാളമായിട്ട് നിൽക്കുന്നതാണ്. ഇന്ന് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ശമാശന് ഈശോയുടെ തിരുപ്പട്ടം നൽകുമ്പോൾ ഈ ചിന്തകളെല്ലാം നമുക്കും മനസ്സിലുണ്ടായിരിക്കണം. കർത്താവിനെ കൂട്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശുശ്രൂഷയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത്. നിരന്തരമായിട്ട് പഠിക്കണം, വായിക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ കത്തോലിക്കാ സഭയുടെ പ്രബോധന മേഖലയുടെ പേട്രണായിട്ട് പരിശുദ്ധ സിംഹാസനം നിശ്ചയിച്ചിരിക്കുന്നത് തോമസ് അക്വീനാസിനെയാണ്. ഒരു മാസം മുമ്പ് കാർഡിനൽ ന്യൂമാനെ ഡോക്ടർ ഓഫ് ദി ചർച്ചായിട്ട്, 38ാമത്തെ ഡോക്ടർ ഓഫ് ദി ചർച്ചായിട്ട് പരിശുദ്ധ ലിയോ മാർപ്പാപ്പ പ്രഖ്യാപിച്ചപ്പോൾ ന്യൂമാനെ അസിസ്റ്റന്റ് പേട്രൺ ഓഫ് കാത്തലിക് എഡ്യൂക്കേഷൻ എന്ന് നിയമിച്ചിരിക്കുകയാണ്. രണ്ട് വലിയ മാതൃകകളാണ് അവർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തിരുവചനം പഠിക്കുകയും വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ഇന്നും സഭയിൽ എല്ലാവരും സംസാരിക്കുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് തോമസ് അക്വീനാസും കർദിനാൾ ന്യൂമാനും. തോമസ് അക്വീനാസിൻ്റെ പ്രബോധനങ്ങൾ കടൽ പോലെയാണ്. ന്യൂമാൻ്റെ വളരെയേറെ ആത്മീയ പ്രാധാന്യമുള്ളതും സുവിശേഷത്തിൽ അധിഷ്ഠിതമാണ്. ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം, പഠനം, പ്രബോധനം. കോർ ലൊക്വിത്തോൾ, ഹൃദയം കൊണ്ട് വർത്തമാനം പറയണം. അപ്പോഴാണ് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നത്,
പാഠവത്തോടെ പഠിപ്പിക്കാൻ സാധിക്കുന്നത് ദൈവജനത്തെ നമുക്ക് കെട്ടി ഉയർത്തി സഭയുടെ ഏറ്റവും ചേർന്ന ലിവിങ് സ്റ്റോൺസായിട്ട് നിർത്താനായിട്ട് സാധിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. നമ്മൾ ഈ അഭിഷേകകർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. നിങ്ങളും ആ പ്രാർത്ഥനകൾ ഹൃദയത്തിലെടുക്കണം. അതിമനോഹരമായ പ്രാർത്ഥനയാണ്. ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കലാണ്. നമ്മൾ ഒന്നിച്ച് സഭയായിട്ട് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന നിങ്ങൾ ഉള്ളിലെടുക്കുമ്പോൾ നിങ്ങൾക്കും അഭിഷേകം ലഭിച്ചതായിട്ട് അനുഭവപ്പെടും എന്നത് തീർച്ചയാണ്. ബഹുമാനപ്പെട്ട വികാരിച്ചനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വളരെ ചിട്ട ക്രമത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ സഹജമായ ശൈലി അതാണ്. എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കരുതി കൊച്ചച്ഛനെയും ഞാൻ ഓർത്ത് നന്ദി പറയുകയാണ്. മറിയൗസേപ്പിനോടും പരിശുദ്ധ അൽഫോൻസാമ്മയോടും പ്രാർത്ഥനകൾ യാചിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.